ഞാൻ ഇന്നൊരു പനീർ മസാലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമ്മുടെ കറി ഡിഷല്ല, അത് നോർത്ത് ഇന്ത്യൻ ഡിഷാണത്. അത് നമ്മൾ 5 സ്റ്റാർ 4 സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയി ആൾക്കാർ കഴിക്കുന്ന സാധനങ്ങളാണ്. അത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, ചോറിന്റെ കൂടെ കഴിക്കാം, നമ്മുടെ ഇഷ്ടം പോലെ എന്തിന്റെ കൂടെ ആണെങ്കിലും കഴിക്കാം. എനിക്ക് 2 കുഞ്ഞു പേരക്കുട്ടികളുള്ളത് കൊണ്ട് ഞാൻ എരിവെല്ലാം കുറച്ച് അതൊന്നും ഉണ്ടാക്കാൻ പോവാം. അത് നിങ്ങൾക്കും കൂടെ കാണിച്ചു. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ പനീർ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് പിന്നെ നല്ല ജീരകപ്പൊടി, ഇത് ഇച്ചിരി ഗരം മസാല, ഒരു 2 സവാള കൊത്തി അരിഞ്ഞത്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ പനീർ ഒന്ന് വറുത്തെടുക്കണം നമ്മൾ ആദ്യം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ പനീറായിട്ട് ഇട്ട് കൊടുക്കാം. ഈ പനീർ ഇപ്പൊ നമ്മൾ വറുത്തെടുക്കാൻ പോവുക. അത് നമ്മൾ ഇച്ചിരി ചട്ടി അടുപ്പ് വെച്ച് തീയത്തിച്ചു, ഒന്ന് എണ്ണ ഒഴിച്ച് ഞാൻ ഒന്ന് ചൂടായി വരട്ടെ. ഈ പനീർ നമുക്ക് വറുത്തെടുത്ത്, ഇപ്പം ഇറച്ചിയൊന്നും മുട്ടയൊന്നും കഴിക്കാത്ത ആൾക്കാർക്കെല്ലാം ഇത് കഴിക്കാം. ശരീരത്ത് ഗുണമുള്ള സാധനം. ഇത് പാല് കട്ടിയാക്കി എടുത്താണ് ഈ പനീർ. പിന്നെ അതിന് ഓരോരുത്തരും ഓരോ ഫ്ലേവർ ചേർക്കുമ്പോഴാണ് അത് ഇന്ന പനീറാണെന്നും പറഞ്ഞ് വരുന്നത്. പനീറെല്ലാം ഒന്ന് തന്നെയാണ്, പാൽ കട്ടിക്ക് എടുക്കുന്ന സാധനമാണ്. ഇത് നമ്മളിങ്ങനെ ഓരോന്നായി ഇട്ട് കൊടുത്തിട്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. വെറുതെയും ആൾക്കാരിത് വറുത്ത് വെച്ചെണ്ണ എടുത്ത് കഴിക്കും, അങ്ങനെയും കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വറുത്തെടുക്കും. ഉപ്പൊന്നും ചേർക്കണ്ട, വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടാണ് വറുത്തെടുക്കുന്നത്. ഉപ്പൊന്നും ചേർക്കത്തില്ല. ഇത് നമ്മൾ വറുത്തെടുത്തിട്ട്, വറുത്തെന്ന് പറയാൻ നല്ല ശരിക്കും വറുത്തല്ല ചെയ്യുന്ന, വെറുതെ ഒന്നിങ്ങനെ ഒന്ന് അപ്പുറം ഇപ്പുറം ഒന്ന് ഒന്ന് ഇത് തീ കാണിച്ചെടുത്താ മാത്രം മതി. ഇതിങ്ങനെ ഇട്ടേച്ച് നമ്മളിവിടെ ഇച്ചിരി മഞ്ഞളും നല്ല വെള്ളവും കൂടെ വെച്ചിട്ടുണ്ട്. എണ്ണയില് നല്ലപോലെ ഇപ്പൊ എണ്ണയിലിട്ട് മുക്കിയാണ് ഇത് എടുക്കേണ്ടത്. നമുക്കിപ്പൊ അത്രയൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചെയ്തെടുക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഒരുപാട് ഇതെല്ലാം ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ്. പക്ഷെ ഞാൻ ഈ ചെയ്യുന്നതെല്ലാം നമ്മുടെ വെളിച്ചെണ്ണയിലാണ്. കാര്യം ഇവിടെ സൺഫ്ലവർ ഉപയോഗിക്കത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ചെയ്തെടുക്കുന്നത്. ഒന്ന് മൊരിഞ്ഞ് അപ്പുറം ഇപ്പുറം ഒന്ന് ആയി വരുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം. ഇത് കാണുമ്പോ എല്ലാരും പറയും, അയ്യോ ഇത് കൊള്ളത്തില്ല, ഇത് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയും. പക്ഷെ ഇത് നല്ലൊരു ഡിഷ് തന്നെയാ. എനിക്കും ഇഷ്ടമല്ലായിരുന്നു. ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങി, ഞാനിത് ഉപയോഗിച്ച് അവിടെ ഓരോ ഡിഷ് ഉണ്ടാക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഞാൻ അതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു കൊടുക്കും. ചിലപ്പോ ഞാൻ ആ ഡിഷ് ചെയ്യും. അങ്ങനെ പിന്നെ നമ്മളത് ടേസ്റ്റ് നോക്കിയിട്ടല്ലേ കൊടുക്കത്തുള്ളൂ.
അങ്ങനെ ടേസ്റ്റ് നോക്കുന്നതുകൊണ്ടാണ് എനിക്ക് നോർത്ത് ഇന്ത്യൻ കറികളോട് ഇപ്പം. മറ്റേ ഞാൻ നോർത്ത് ഇന്ത്യൻ കറികളെന്നല്ല, നമ്മുടെ മസാല അല്ലാത്ത ഒരു ഇത് ഞാൻ ഉപയോഗിക്കത്തില്ലായിരുന്നു. അതേസമയം ഇപ്പൊ ഞാൻ എന്റെ ജോലിക്ക് ഇറങ്ങിയ ശേഷം ഇതെല്ലാം ഉപയോഗിക്കും. പിന്നെ അത് മാത്രമല്ല ഹൈ പ്രോട്ടീൻ ആണ്. ഇതിപ്പൊ നമ്മൾ ഇങ്ങനെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നേരെ നമ്മൾ ഇങ്ങനെ ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കും. ബാക്കിയുള്ളതും കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. 2-3 കടുകിട്ട് കൊടുത്തു. ഞാനൊന്ന് പൊട്ടി വരട്ടെ. ഇതൊരു 2-3 അല്ലി വെളുത്തുള്ളിയും ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ നമ്മൾ ചോപ്പ് ചെയ്തെടുത്താണ്. ഇനി അതിട്ട് കൊടുക്കാം. അതൊന്നായി കഴിയുമ്പം പേസ്റ്റ് ഉപയോഗിക്കും. ആ പേസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. അത് നമ്മളൊരു ഉള്ളി ഇങ്ങനെ എടുത്ത് ഉപയോഗിക്കാം. ഇപ്പൊ നമ്മള് അത് കഴിയുമ്പോ നമ്മള് സബോള, 2 ചെറിയ സബോളയാണ് അത് കൊടുക്കും. അത് ഇഞ്ചി ഗാർലിക് പേസ്റ്റ് നമ്മൾ ഇടുമ്പോഴത്തേക്ക് അത് നല്ലതുപോലെ കുക്കാകണം. നല്ലപോലെ കുക്കായില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ചുവയുണ്ട. പക്ഷെ നല്ലപോലെ കുക്കായെന്ന ചുവയൊക്കെ മാറി കിട്ടും. നമുക്കൊരിച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിനകത്ത് എരിവ് മുളക് പൊടി ഒന്നും ചേർക്കത്തില്ല. ഇത് ഇങ്ങനെ 2 പച്ചമുളക് കീറിയിടത്തില്ല. കാര്യം കുഞ്ഞു പിള്ളേര് കഴിക്കാൻ കൊടുക്കണ്ടതുകൊണ്ട്. വലിയവർക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ മുളക് പൊടിയൊക്കെ ചേർത്ത് വെക്കാം, കുഴപ്പമില്ല. ഇങ്ങനെ എല്ലാം കൂടെ വഴറ്റി നമ്മൾ മിക്സിയിൽ എടുത്ത് ഒന്ന് അരച്ച് വെച്ചാലും ടേസ്റ്റ് ആണ്. കാര്യം എന്ന് പറയാൻ നല്ല തിക്കായിട്ട് കുറുകനെ കിട്ടും. അപ്പൊ പനീർ മാത്രമായിട്ട് കിടക്കും, വേറെ ഒന്നും കാണത്തില്ല. ഇനിയിപ്പൊ നമ്മൾ ഇതിനകത്തോട്ട് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഇത്രയും മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കും. ഇത്രയും ഗരം മസാല, 1 സ്പൂണോളം നല്ല ജീരകപ്പൊടി, പെരുംജീരകമല്ല ചെറിയ ജീരകപ്പൊടി. ഇത് 1 ഉള്ളി മസാലപ്പൊടി. ഇപ്പൊ നമ്മൾ 1.5 സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക.
നോർത്ത് ഇന്ത്യൻ ടച്ച് മണമില്ലെന്ന് നോക്കിയേ. ഉണ്ട്. ഇങ്ങനെ ഒന്ന് വാടി വരുമ്പോ നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിക്കണം, പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ആള് കൊച്ചിനകത്ത് പിന്നെ അതോട്ട് നമുക്ക് ഒരു ചെറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ അവിടെ അത് ഒന്ന് തിളക്കട്ടെ. നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാം. പനീർ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് കുക്കാക്കി എടുക്കും. ഇങ്ങനെ ഞാൻ തിളക്കട്ടെ. മതി. ഒരു മുറി തേങ്ങയുടെ പാലാണ് നമ്മൾ പിഴിഞ്ഞെടുത്ത പാലാണ്. ആ പാലിനാണ് അങ്ങോട്ടോട്ട് ഒഴിച്ചു കൊടുക്കും. ഒരുപാടൊന്നും തിളക്കണ്ട, പതുക്കെ ഒന്ന് കിട്ടിയാൽ മതി. അതിനകത്തോട്ട് നമ്മുടെ കഴുകി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ഇട്ട് കൊടുക്കും.